ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 6 അധ്യായം 14 വാക്യം. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ. ഒരിക്കൽ 2 സുഹൃത്തുക്കൾ സർക്കസ് കാണുവാൻ പോയി. ആ സർക്കസിൽ ഉന്നം തെറ്റാതെ എറിയുവാൻ കഴിവുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ മറ്റൊരാളുടെ തലയിൽ വെച്ചിരുന്ന ആപ്പിൾ ലക്ഷ്യമാക്കി കത്തി എറിയും. എന്നാൽ അവൾ എറിയുന്ന കത്തി മറ്റേയാളുടെ തലയിൽ സ്പർശിക്കാതെ ആപ്പിളിനെ മാത്രം സ്പർശിച്ച് പാഞ്ഞു പോകുമായിരുന്നു. സർക്കസ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒരു സുഹൃത്ത് മറ്റ് ആളിനോട് പറഞ്ഞു, ആ പെൺകുട്ടി എറിയുന്നത് പോലെയാണ് ഞാനും എറിയുന്നത്. പറമ്പിൽ കയറി വരുന്ന പട്ടികളെ ഞാൻ കല്ലെറിയും, എന്നാൽ ഒരു കല്ലും ഇതുവരെയും ഒരു പട്ടിയുടെയും ദേഹത്ത് കൊണ്ടിട്ടില്ല. സുഹൃത്ത് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അപ്പോൾ ആ പെൺകുട്ടിയെപ്പോലെ നിങ്ങൾക്കും ഉന്നം നോക്കി എറിയുവാൻ അറിയാം അല്ലേ? ഇവിടെ ആ സുഹൃത്തിൻ്റെയും പെൺകുട്ടിയുടെയും ഉന്നം താരതമ്യപ്പെടുത്തുവാൻ നമുക്ക് കഴിയുമോ? ആ പെൺകുട്ടി ഉന്നം നോക്കി എറിയുവാൻ നല്ല പ്രാഗൽഭ്യമുള്ളവളും ഈ സുഹൃത്ത് ഉന്നം നോക്കി എറിയുന്നതിൽ ഒരിക്കലും വിജയിച്ചിട്ടില്ലാത്ത ആളുമാണ്. അവരെ തമ്മിൽ നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയുമോ? ഉന്നം നോക്കുന്നതിൽ ഒരാൾ വിജയിച്ചവൾ, അപരൻ പരാജയപ്പെട്ടവൻ. ആ പെൺകുട്ടി ആ സുഹൃത്തിനെ പോലെ ആയിരുന്നെങ്കിൽ ആപ്പിൾ തലയിൽ വെച്ചിരുന്നവൻ്റെ ജീവൻ എന്നേ നഷ്ടപ്പെടുമായിരുന്നു. പക്ഷേ പലരും മറ്റുള്ളവരും ആയി സ്വയം താരതമ്യപ്പെടുത്തുന്നത് ഈ വിധത്തിലൊക്കെയാണ്. താരതമ്യപ്പെടുത്തുവാൻ കഴിയാത്തവയെ തമ്മിൽ താരതമ്യപ്പെടുത്തുന്നത് ഒരു വലിയ കഴിവാണ്. ഇത് അന്തസ്സത്ത നഷ്ടപ്പെട്ട ജീവിതത്തിൻ്റെ ലക്ഷണമാണ്. 10 തേങ്ങയും 20 മാങ്ങയും ഒരിടത്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ആകെ 30 തേങ്ങാ മാങ്ങയുണ്ട് എന്ന് ആരെങ്കിലും പറയുമോ? അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാകുമോ? മോരും മുതിരയും പോലെ എന്ന ചൊല്ല് നാം കേട്ടിട്ടുണ്ട്. അവ തമ്മിൽ ചേരാത്തതുപോലെ ചേരാത്തവയെ തമ്മിൽ ചേർക്കുവാൻ പരിശ്രമിക്കുന്നത് വ്യർത്ഥമാണ്. ചേരാവുന്നത് തമ്മിലല്ലേ ചേർക്കുവാൻ കഴിയൂ. ആകയാൽ നമ്മെ തന്നെയും നമ്മുടെ മക്കളെയും സാമ്യമില്ലാത്തവരുമായി താരതമ്യം ചെയ്യുവാൻ ഒരിക്കലും ശ്രമിക്കരുത്. ചിലപ്പോൾ ചില മാതാപിതാക്കൾ മക്കളോട് പറയും, നോക്കടാ അവനെ കണ്ട് പഠിക്കുക എന്ന്. അത് വലിയ ഭോഷത്വമാണ്. അവൻ്റെയും നമ്മുടെ മക്കളുടെയും ജീവിത രീതികൾ തമ്മിൽ എത്രമാത്രം വ്യത്യാസമുണ്ടാവാം. അവ കണക്കാക്കാതെ താരതമ്യപ്പെടുത്തുന്നത് അബദ്ധമാണ്. ആകയാൽ നമ്മെ ആരുമായി താരതമ്യപ്പെടുത്താതെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ലക്ഷ്യം മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെയും അതിന് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഇന്നത്തെ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിലൂടെ കർത്താവെ അങ്ങയെ കൂടുതൽ മനസ്സിലാക്കുവാനും കർത്താവെ വ്യക്തമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.